അധികാരത്തിലേറി വെറും 3 മാസമായപ്പോൾ ഒരു പ്രസിഡന്റിനെതിരെ രാജ്യത്ത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ലോകവ്യാപകമായ തന്നെ പ്രതിഷേധങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. ആ ക്രെഡിറ്റ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് മാത്രമാണ് സ്വന്തം. ഏപ്രിൽ 5-ന് എല്ലാ സംസ്ഥാനങ്ങളിലെയും അമേരിക്കക്കാർ ഹാൻഡ്സ് ഓഫ് എന്ന ബാനറും കൈകളിലേന്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അദ്ദേഹത്തിന്റെ അടുത്ത സഖ്യകക്ഷിയായ എലോൺ മസ്കിന്റെയും നയങ്ങൾക്കും രാഷ്ട്രീയ തീരുമാനങ്ങൾക്കുമെതിരെ തെരുവിലിറങ്ങിയാണ് ശക്തമായ പ്രതിഷേധ പ്രകടനം പ്രകടിപ്പിച്ചത്. ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള അമേരിക്കയിലെ ഏറ്റവും വലിയ ജനരോഷങ്ങളിൽ ഒന്നുകൂടിയാണിത്. രാഷ്ട്രീയം, സാമ്പത്തിക, സാമൂഹിക പ്രശ്നങ്ങളെ മറികടക്കുന്നതിനുള്ള പ്രസ്ഥാനം, അഭിഭാഷക ഗ്രൂപ്പുകൾ, തൊഴിലാളി യൂണിയനുകൾ, വെറ്ററന്മാർ, പൗരാവകാശ പ്രവർത്തകർ, കാലാവസ്ഥാ പ്രവചകർ, LGBTQ+ സംഘടനകൾ എന്നിങ്ങനെ തുടങ്ങി നിരവധി പേരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നത്. 50 സംസ്ഥാനങ്ങളിലായി 1200-ലധികം പ്രതിഷേധക്കാരാണ് ട്രംപ് വിരുദ്ധ റാലിയിൽ പ്രധാനമായിട്ടും പങ്കെടുത്തത്. അമേരിക്കൻ നയങ്ങളിലെ ട്രംപിന്റെ അമിത കൈകടത്തലുകൾ ഒഴിവാക്കുക എന്ന് വ്യക്തമാക്കുന്ന ഹാൻഡ്സ് ഓഫ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധക്കാർ തെരുവിലേക്ക് ഇറങ്ങിയത്. ഫെഡറൽ ഏജൻസികളിലെ പിരിച്ചുവിടൽ, നാടുകടത്തൽ, ട്രാൻസ്ജെൻഡർ വിരോധം എന്നീ ട്രംപിന്റെ നയങ്ങളാണ് പ്രതിഷേധത്തിലേക്ക് ആളുകളെ നയിച്ചതിനുള്ള പ്രധാന കാരണങ്ങളും. ട്രംപിന്റെ പുറമെ അദ്ദേഹത്തിന്റെ ഉപദേശകനും ശതകോടീശ്വരനുമായ എലോൺ മസ്കിനെതിരെയും ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. അമേരിക്കൻ ജനതയേക്കാൾ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്കാണ് മസ്ക് മുൻഗണന നൽകുന്നതെന്നാണ് പ്രതിഷേധക്കാർ പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും ചേർന്ന് തങ്ങൾക്ക് ചെയ്യാൻ അനുവാദമില്ലാത്ത കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും അവർ അതിലൂടെ ലോകത്തെ വെല്ലുവിളിക്കുകയാണെന്നും പ്രതിഷേധക്കാർ ശക്തമായി തന്നെ വെളിപ്പെടുത്തി. ആരോഗ്യ മേഖലയിലെ ഫണ്ടുകൾ വെട്ടിക്കുറച്ചതും പരിസ്ഥിതി പ്രശ്നങ്ങളെ നിസ്സഹരണവുമെല്ലാം പ്രതിഷേധക്കാരുടെ മുഖ്യ പ്രചരണ വിഷയങ്ങളിൽ ഉൾപ്പെടുന്നവയുമാണ്.